ഒരുപാട് സന്തോഷത്തോടെ അടുത്ത വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാണ് കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഗണപതി പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഗൃഹപ്രവേശനമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയും വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും മാത്രം പങ്കെടുത്ത ഒരു ചെറിയ ഫംഗ്ഷൻ. ഇപ്പം ഗണപതി ഹോമം രാവിലെ 3 മണിക്ക് കഴിഞ്ഞു. 6:45-നും 7:45-നും ഇടയിലായിരുന്നു നമ്മളുടെ ഗൃഹപ്രവേശം. അപ്പം ഇത് എല്ലാം ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എല്ലാം അതിൻ്റേതായ രീതിയിൽ ചോദിച്ചറിഞ്ഞ് എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ ഗൃഹപ്രവേശം ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ണൂർ തലശ്ശേരി ആണ് നമ്മുടെ നാട് വരുന്നത്. അപ്പം അവിടെ ഗൃഹപ്രവേശത്തിന് ഇങ്ങനെയൊക്കെയാണ് രീതികൾ. പല നാട്ടിലും പല കാര്യങ്ങളായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഇവിടെ നമ്മൾ കയറുമ്പം കുറേ നവധാന്യങ്ങളും ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മാച്ചിലും അങ്ങനെ കുറേയധികം ഗൃഹോപകരണങ്ങളൊക്കെ എടുത്ത് കുടുംബത്തിലെല്ലാ ഫാമിലീസും അതെടുത്ത് വീട്ടിൽ വലം വെച്ചതിന് ശേഷമാണ് നമ്മുടെ ഗൃഹപ്രവേശം നടത്തുന്നത് വിത്ത് നിലവിളക്ക്. അപ്പം അത് നിലവിളക്ക് മിരി തെളിയിച്ചു. ആ തൊട്ടടുത്ത് നിൽക്കുന്ന മിരീൻ്റെ അമ്മയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ കുഞ്ഞമ്മ എൻ്റെ അമ്മയാണ്. പിന്നെ എൻ്റെ അച്ഛനുണ്ട്, മിരീൻ്റെ അച്ഛനുണ്ട്, മിരീൻ്റെ ആപ്പൻ, എൻ്റെ ആപ്പൻ, മാമി, മാമൻ, അങ്ങനെ നമ്മുടെ കസിൻസ്, നീസ്, നെഫ്യൂ, അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ് നിങ്ങൾ ഈ പിറകിൽ മുഴുവനും കാണുന്നത്. അപ്പോൾ ടൈം ആയപ്പം പൂജാരി പറഞ്ഞത് കണക്കെ നമ്മൾ എല്ലാവരും ഓരോരോ സാധനങ്ങളെടുത്ത് വീടിനെ വലം വയ്ക്കാൻ തുടങ്ങി കേട്ടോ. അതിലിടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കാരണം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു മൊമെൻ്റാണിത്. അത് ക്യാപ്ചർ ചെയ്യാൻ നമ്മുടെ സ്വന്തം ദീപു നെടുവാലൂർ ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ. അപ്പം വീട് ഏകദേശം വലം വെച്ച് മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. അപ്പം വലം വെക്കുന്നതിനും എന്തൊക്കെയോ കണക്കുണ്ടായിരുന്നു. മിലിയോനൊരു ഓയിലിൻ്റെ ബോട്ടിലായിരുന്നു കൊടുത്തത്. പകുതിക്ക് എത്തിയപ്പം മിലിയോനത് വെയിറ്റ് കൂടുതലാണ്, അവൻ മാറ്റിപ്പിടിച്ചു. ഇപ്പോൾ എല്ലാവരും വലം വെച്ച് നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വാതിലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഗൃഹത്തിൽ പ്രവേശിക്കലാണ് നമ്മുടെ ആക്ച്വൽ ചടങ്ങ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഡബിൾ ഹൈറ്റഡ് ആണ് വരുന്നത്. പുറമേ നിന്നാണ് ഈ ഒരു ഫീലാണ്. അപ്പോൾ വാതിൽ 3 പ്രാവശ്യം മുട്ടിയിട്ടാണ് തുറക്കുന്നത്. ആപ്പനാണത്. ആപ്പൻ പറഞ്ഞതനുസരിച്ച് വാതിൽ 3 പ്രാവശ്യം മുട്ടി മെരി വലത് കാല് വെച്ച് കയറി. അതിനുശേഷം ഞാനും മെരീനെ ഫോളോ ചെയ്തു. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി തിരുമേനി പറഞ്ഞ കണക്ക് ദൈവത്തിന് നമ്മുടെ പൂജാമുറിയുടെ മുന്നിൽ വെച്ചു. വെച്ചതിന് ശേഷം ഇതാണ് കേട്ടോ കുറേ സാധനങ്ങൾ. അമ്മക്കൊക്കെ ഇങ്ങനത്തെ ചടങ്ങൊന്നും അധികം വശമില്ല. അമ്മ നാട്ടിലില്ലായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമ്മക്കതൊന്നും അറിയില്ല. മിരീൻ്റെ അമ്മക്കും അച്ഛനൊക്കെ ഇതൊക്കെ നന്നായി അറിയാം കേട്ടോ. എൻ്റെ അച്ഛനും അമ്മക്കും ചടങ്ങുകൾ കുറച്ച് പരിചയം കുറവാണ്. ഒരു പണ്ട് മുതൽ നോർത്തിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും നമുക്കെന്തായാലും ഹെൽപ്പ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് തിരുമേനി പറഞ്ഞ കണക്ക് നമ്മുടെ ഗണപതി പൂജ ചെയ്ത വിളക്കിൽ കടാവിളക്കുന്ന് തീ എടുത്തിട്ടാണ് നമ്മുടെ പാല് കാച്ചൽ നടത്തുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഗ്യാസൊക്കെ നമ്മുടെ വീട്ടിലും ഗ്യാസാണ് വെച്ചിരിക്കുന്നത്. അപ്പം മെരി പാല് കാച്ചുമ്പം അതിന് പറ്റിയൊരു പാത്രമാണ് തിരഞ്ഞെടുത്തത്. ഉരുളി ആണ് വാങ്ങിച്ചത് കേട്ടോ. ആ ഉരുളിയിൽ പാലൊഴിച്ചു. ഒറ്റ പശുവിൻ്റെ പാലാണ് നമ്മൾ പാല് കാച്ചലിന് ഉപയോഗിക്കുക. ഒറ്റ പശുവിൻ്റെ പാലെന്ന് പറയുമ്പം പാല് മിക്സ് ചെയ്യാത്ത പാൽ കേട്ടോ. പല പശുവിൻ്റെ പാല് മിക്സ് ചെയ്യാത്തത്. അപ്പം അവിടുന്ന് കാണുന്ന തീ കിടാവിളക്കുന്ന് കൊണ്ടുവന്ന തീയാണ്. അത് ഗ്യാസ് ഓൺ ചെയ്ത് അതിനെ കൊണ്ടാണ് നമ്മൾ ഗ്യാസ് കത്തിച്ചത്. എല്ലാം ട്രഡീഷണൽ വേയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മെരിയുടെ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു റൂളായിരുന്നു അത്. അപ്പം മിരി തന്നെയാണ് പാല് കാച്ചൽ. ഈ വീടിൻ്റെ ഉടമസ്ഥ ആക്ച്വലി മിരിയാണ്. മിരീൻ്റെ പേരിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അത് മിരീൻ്റെ പേരിൽ തന്നെ ചെയ്യണം. അവൾ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷേ ഇറ്റ് ഈസ് മൈ ഡ്രീം. അപ്പോൾ അതങ്ങനെ ചെയ്തു. അപ്പോൾ മിരി തന്നെ എല്ലാം ഫോളോ അപ്പും കാര്യങ്ങളും മിരി തന്നെ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അതുപോലെ ചെയ്തു. അപ്പോൾ പാലൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇപ്പോൾ പാല് തിളച്ച് മറഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ പാത്രം കുറച്ച് വെയിറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എന്തായാലും ടൈം എടുക്കുമല്ലോ അത് തിളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പാല് തിളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദീപാട്ടൻ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അതിലിടയ്ക്ക് ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. നമ്മൾ ഇട്ടിരിക്കുന്ന ഈ കോസ്റ്റ്യൂം മുഴുവൻ ഞാൻ മിലിയൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജനല ബുട്ടീക്ക് കണ്ണൂർ കസ്റ്റമൈസ് ചെയ്ത ഒരു ഡ്രസ്സാണ് കേട്ടോ.
അടിപൊളി അഭിപ്രായമാണ്. ഡ്രസ്സിനെ കൊണ്ട് ഒരു രക്ഷയില്ല. അവരെല്ലാ ഡ്രസ്സും നമ്മുടെ ഫംഗ്ഷനൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കസ്റ്റമൈസ് ചെയ്ത് ഡീറ്റെയിലിങ്ങോടെ ചെയ്യും. ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്താണ് മെരീൻ്റെ ബ്ലൗസും സ്കേർട്ടൊക്കെ വരുന്നത്. ഇവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പു, പ്രണവ്, മനീഷ്. അപ്പോൾ ഏകദേശം പാല് തിളച്ച് വരുന്നുണ്ട്. എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പാല് തിളച്ചങ്ങ് കവിഞ്ഞു. പിന്നെ ഇത് തിളക്കുമ്പോൾ ഏത് ഭാഗമാണ് തിളക്കുന്നത്, തെക്കാണോ വടക്കാണോ ആദ്യം പൊന്തിയത്, അങ്ങനത്തെ എന്തൊക്കെയോ കണക്കൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. അത് ഞാൻ ശ്രദ്ധിച്ചതുമില്ല. അത് ആരൊക്കെ ചോദിച്ചപ്പോഴാണ്. പിന്നെ അതൊക്കെ എല്ലാം ഒന്ന് പോസിറ്റീവായിട്ട് എടുക്കുക. എല്ലാം അടിപൊളിയായി നടന്നു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞപ്പം അതെടുത്ത് ഇറക്കി വെച്ച് ബാക്കിയുള്ള ചടങ്ങ് എന്ന് പറയുമ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കൊള്ളുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പിറകിൽ എത്തി നോക്കിയ ആളാണ് കേട്ടോ മിരീൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡുമാണ് കാണുന്നത്. ഇനിയിപ്പം പാല് തിളച്ച് അത് ആട്ടി അതിന് ശേഷം അതേ അടുപ്പിൽ നമ്മൾ ചൂടുവെള്ളം വെക്കണം എന്നുള്ളൊരു ചടങ്ങും കൂടിയുണ്ട്. അങ്ങനെ ചൂടുവെള്ളം അവിടെ വെച്ച് അതിങ്ങനെ പിന്നെ കുറേ സമയത്തേക്ക് തിളക്കലാണ്. പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എൻ്റെ കൈ അങ്ങ് പൊള്ളി. ഇത് മെരീൻ്റെ ആപ്പനാണ്. അപ്പം പറഞ്ഞു, ഈ പാല് എല്ലാവരും വാങ്ങിക്കണം, എന്നിട്ട് ദക്ഷിണ വെക്കണം, അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ചൂട് പാൽ എൻ്റെ കൈമേൽ ആദ്യം ഞാൻ തന്നെ വാങ്ങിച്ചപ്പം നല്ലോണം കൈ പൊള്ളി. മിരിക്ക് അത്ര ഉണ്ടായില്ല. മിരി അറിഞ്ഞു എൻ്റെ കൈ പൊള്ളിയതിന് ശേഷം. അപ്പം ഞാനും മിലിയുമാണ് ആദ്യം പാല് സ്വീകരിച്ചത്. മിലിയോന് ആദ്യം കൊടുത്തില്ല, ചൂടുള്ളത് കാരണം. മിലു ഓടിക്കളഞ്ഞു. ഇതെൻ്റെ അമ്മയാണ്. പിന്നെ അങ്ങനെ ഓരോരാളായി വന്ന് പാല് സ്വീകരിച്ചു. അതൊരു പ്രസാദം പോലെയാണ് നമ്മളത് സ്വീകരിക്കുന്നത്. 3 പ്രാവശ്യം വാങ്ങിയിട്ട് കുടിക്കുന്നത്. എന്നിട്ട് അവിടെ ദക്ഷിണ വെക്കലാണ്. അപ്പോൾ എല്ലാവരും വന്നു, പാല് കുടിച്ചു, ദക്ഷിണ വെച്ചു, അനുഗ്രഹിച്ചു. ഇതാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം. അത് മിരിയുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് നിഖിൽ. ഇത് മിരിയുടെ സ്വന്തം സിസ്റ്റർ ജെനി. അടുത്ത കാലം ഞാൻ നോക്കാം കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം സുർമി. എല്ലാവരെയും കാണിക്കാനുള്ള സമയമുണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഉള്ള ആൾക്കാരൊക്കെ ഞാൻ കാണിക്കാം. ഇതാണ് മെരീൻ്റെ അമ്മ ഭയങ്കര തഗ്ഗിൻ്റെ ആളാണ് കേട്ടോ. ഭയങ്കര എനർജറ്റിക്കാണ്. ഇത് അപ്പു, എൻ്റെ അനിയൻ. വേറെ ആരാ? നമ്മുടെ ബിൽഡേഴ്സിൻ്റെയും ഇൻറ്റീരിയർ ഡിസൈനേഴ്സിൻ്റെയും ഡീറ്റെയിലിംഗ് ഓൾറെഡി അറിയായിരിക്കും. നമ്മുടെ ബിൽഡിങ്ങും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്തിരിക്കുന്നത് മോത്തിഫും പിന്നെ നമ്മുടെ കെൻസ് ബിൽഡേഴ്സുമാണ്. അപ്പോൾ അവർക്കങ്ങ് ആവശ്യമുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അടിപൊളി സംഭവമാണ്. ഇതാണ് നമ്മുടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഐക്ക് ഓഫ് ഇവൻറ്റ്സ് ആണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ചെയ്യുന്നത്. ക്രിയേറ്റീവല്ല, ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു ഇവൻറ്റ് പ്ലാനേഴ്സാണ് അവർ കേട്ടോ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ചായക്കടയൊക്കെ സെറ്റ് ചെയ്ത് ഒരു തട്ടുകട വൈബിൽ നമുക്ക് ചായ ഒക്കെ കുടിക്കാൻ പറ്റി. ഇനി അടുത്ത ഇവൻറ്റിൽ നമ്മളെല്ലാം ബാക്കി കാണിച്ചു തരാം. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. നെക്സ്റ്റ് ഇതും അവർ സെറ്റ് ചെയ്താണ്. നെയിം സെറിമണി ആയിരുന്നു നമ്മൾ ചെയ്തത്. നമ്മുടെ വീടിന് നമ്മൾ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആ വീഡിയോ ഇട്ടത് കൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ ഇട്ടിരിക്കുന്ന പേര് റൂഹ് എന്നാണ്. റൂഹിൻ്റെ മീനിങ് ജീവൻ, ആത്മാവ്, സോൾ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ കുറേ ആൾക്കാർ ഈ ആത്മാവ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു പ്യുവറായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മളെങ്ങനെ പ്യുവറാകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ആത്മാവ് പ്യുവർ ഉണ്ടാകും. അപ്പം നമ്മുടെ വീട് എന്ന് പറയുമ്പം നമ്മുടെ സ്വന്തം ആത്മാവ് എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ ജീവനാണല്ലോ നമ്മളുടെ വീട്. അതുകൊണ്ടാണ് അത്രയും റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേര് ഞാൻ കണ്ടുപിടിച്ചത്. പിന്നെ നമ്മൾ ചെയ്തത് ഫുട് പ്രിൻറ്റ് ചെയ്യലായിരുന്നു കേട്ടോ. ഞാനും മിലിയും ആദ്യം തന്നെ കയറുമ്പോൾ ഉള്ള ആ ഒരു ഫുട് പ്രിൻറ്റ് ഫ്രെയിം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ചെമ്പൻ സ്റ്റെഫാൻ. നിങ്ങൾക്ക് അറിയായിരിക്കും. സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു ഹോസ്റ്റിങ്ങൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ബ്രോ ആണ് കേട്ടോ. ആളാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് ഇതെന്തായാലും നിങ്ങൾ ചെയ്യണം. അപ്പോൾ ചെമ്പൻ സ്റ്റെഫാന് ഒരുപാട് നന്ദി ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നതിൽ. അപ്പം ഞാനും മിലിയും സിമെൻറ്റൊക്കെ വെച്ച് ഒരു ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് ഐക്കോഫിൻ്റെ സഹായത്തോടെ അവരാണ് ഇത് സെറ്റ് ചെയ്ത് തന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ചെയ്യണം. അപ്പോൾ അവർ ഒരു മടിയും കൂടാതെ നമുക്ക് അടിപൊളിയായി ചെയ്യാമെന്ന് പറഞ്ഞ് സിമെൻറ്റൊക്കെ കുഴച്ച് സെറ്റാക്കി നമുക്ക് കൊണ്ടു തന്നു. അത് നമ്മൾ 3 ആളും കാല് വെച്ച് അമർത്തി അതിൻ്റെ ഒരു മിശ്രിതമൊക്കെ കറക്റ്റായി നോക്കിയിട്ട് അമർത്തി അവിടെ വെച്ചു. പിന്നെ അത് വെയിലത്ത് വെച്ചു. പിന്നെ നമ്മുടെ കുസൃതിക്കുട്ടൻ അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കാല് വെച്ചിട്ട് ഒന്നും കൂടി ഒന്നത് കൊളാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയാണ് നമ്മുടെ മെമ്മറി ആയിട്ട് ഇനി ലൈഫ് ലോങ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഞാൻ നിർത്താതെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മുഷ്പാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പല കാര്യങ്ങളും ഞാൻ പറയുന്നത്.
അപ്പം കുറേ ആൾക്ക് ഇത് ഇഷ്ടപ്പെടാം, കുറേ ആൾക്കാർക്ക് ചിലർക്ക് ഇതൊക്കെ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ തോന്നാം. പക്ഷേ ഇതൊക്കെ നമ്മളുടെ ലൈഫിൽ വരുന്ന ഓരോരോ മൊമെൻറ്റും എല്ലാ മൊമെൻറ്റും എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. ലിവ് ദ മൊമെൻറ്റ്. ഇന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ജീവിച്ച് കാണിക്കുക. അതാരും ഉപദ്രവിക്കാതെയും സങ്കടപ്പെടുത്താതെയും ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുട് പ്രിൻറ്റ് നൈസായി ചെയ്തു. ഇനി അടുത്ത ഹോം ടൂറുമായിട്ട് ഉടനെ വരാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.